തിരുവനന്തപുരത്തെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ അടിമുടി ദുരൂഹത. കേസ് അന്വേഷണത്തിൽ നിർണായകമായ ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. കന്റോൺമെന്റ് പോലീസ് എത്തി ബസ് പരിശോധിച്ചെങ്കിലും ക്യാമറ ഡിസ്പ്ലേയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് കാണാതായതിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് വിവാദമായ ബസ്സിനുള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ സീറ്റിലിരുന്ന് നേമം സ്വദേശി യദു മേയർക്കു നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. പോലീസ് അന്വേഷണത്തിൽ നിർണായകമാകേണ്ടിയിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് ഈ KSRTC ബസ്സിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ ആരോപണം. മേയറുടെ കാറും KSRTC ബസ്സും എങ്ങനെയാണ് യാത്ര ചെയ്തു വന്നതെന്ന് കണ്ടെത്താനും പോലീസിന് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു. വിവാദത്തിലായ KSRTC ബസ്സിൽ 3 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് എത്തി ക്യാമറ ഡിസ്പ്ലേ പരിശോധിച്ചെങ്കിലും മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. നമ്മൾ DVRന്റെ റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല, മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തുമാറ്റിയിട്ടുണ്ടാകുമെന്നും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നുവെന്നും KSRTC ഡ്രൈവർ യദു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിപ്പോൾ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. മെമ്മറി കാർഡോട് കള്ളന്മാർ കൊണ്ടുപോയി കാണും, ആരെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയി കാണും. പിന്നെ ആരായിരിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ആരെങ്കിലും ഒക്കെ ആയിരിക്കും. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. KSRTCയുടെ പരാതിയിലാണ് നടപടി. വിഷയത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ KSRTC CMDയോട് റിപ്പോർട്ട് തേടി. അതിനിടെ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ DGPക്ക് പരാതി നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.